RRB NDPC ഗ്രാജുവേറ്റ് എക്സാം എഴുതുന്നവര് ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ സിറ്റി ഇന്റിമേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് അഡ്മിറ്റ് കാർഡ് എപ്പോൾ വരും എന്നുള്ള ഡൗട്ട് ആയിരിക്കും ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ പറഞ്ഞു തരാം. അതിനൊക്കെ മുന്നേ സൂപ്പർ നോട്ട്സിന്റെ SSC RRB ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. SSC RRB എക്സാംസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്കറിയാം മാർച്ച് 16-നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ നിങ്ങളുടെ സിറ്റി ഇന്റിമേഷൻ 16-ാം തീയതിയും 17-ാം തീയതിയും നിങ്ങളുടെ എക്സാം തുടങ്ങുന്നവർക്ക് ഇന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. 7-ാം തീയതി 6-ാം തീയതി ഇന്നലെ വരാനിരുന്നതായിരുന്നു ഇന്നലത്തെ 16-ാം തീയതിയിലുള്ള കാർഡ്. പക്ഷെ ഇന്നാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വന്നേക്കുന്നത്. അപ്പൊ 17-ാം തീയതിയും 16-ാം തീയതിയും ഉള്ളവർക്ക് ഇന്നാണ് അഡ്മിറ്റ് കാർഡ് വന്നേക്കുന്നത്. അതേപോലെ 8-ാം തീയതി 18-ാം തീയതി ഉള്ളവർക്കും 9-ാം തീയതി 19-ാം തീയതി ഉള്ളവർക്കും 10-ാം തീയതി അതേപോലെ 20-ാം തീയതി ഉള്ളവർക്കും ഒക്കെ എക്സാം വരുന്നുണ്ട്. അതേപോലെ തന്നെ 11-ാം തീയതി ആയിരിക്കും 21-ാം തീയതി എക്സാം ഉള്ളവർക്കും 13-നായിരിക്കും 23-ന് എക്സാം ഉള്ളവർക്ക് വരിക. അതേപോലെ 14-ന് 24-ാം തീയതി എക്സാം ഉള്ളവർക്കും 15-ന് 25-ാം തീയതിയും അതേപോലെ അവസാനം 17-ാം തീയതി 27-ാം ഇനി 16-ാം തീയതി അയ്യോ എന്റെ സിറ്റി ഇന്റിമേഷൻ വന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കരുത്. ഡേറ്റ് ഇപ്പോഴേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം അഡ്മിറ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ഒരു 3 to 4 days പ്രയർ ആയിരിക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരിക. അതിന്റെ ഡേറ്റും ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ 16-ാം തീയതി എക്സാം ഉള്ളവർക്ക് 12-ാം തീയതി ആയിരിക്കും അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുക. ആൻഡ് ഇന്നത്തെ പോലെ അതായത് ഇന്നലെ വരാനിരുന്നതായിരുന്നു പക്ഷെ ഇന്നാണ് വന്നത്. അങ്ങനെയുള്ള ചെറിയ ഡിലേ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ 17-ാം തീയതി ഉള്ളവർക്ക് 13-നും ആൻഡ് അതേപോലെ 18-ാം തീയതി ഉള്ളവർക്ക് 14-നും അങ്ങനെ ഓരോ ഡേറ്റും ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആൻഡ് അവസാനം 27-ാം തീയതി എക്സാം ഉള്ളവർക്ക് 22-ാം തീയതി ആയിരിക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരിക. ഇനി നിങ്ങളുടെ ടൈം ഷിഫ്റ്റ് നമ്മുടെ ഈ ഒരു സിറ്റി ഇന്റിമേഷന്റെ ഈ ഒരു സ്ലിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടാകും. അതിനോടൊപ്പം എക്സാം സിറ്റി എവിടെയായിരിക്കും എന്നുള്ള കാര്യം അതിനകത്ത് ഡിനോട്ടഡ് ആയിരിക്കും. മാത്രമല്ല എക്സാമിന്റെ ആ ഒരു ഡേറ്റ് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഡേറ്റും അതേപോലെ തന്നെ ഷിഫ്റ്റിന്റെ ടൈമും ആയിരിക്കും അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുക. ആൻഡ് അതിന്റെ കൂടെ തന്നെ എക്സാം ഡേറ്റ്സിന്റെ ആ ഒരു എക്സാം ഡേയിലെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി എല്ലാവരും കൂടെ ഇപ്പം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അതനുസരിച്ച് മാക്സിമം ഒരു വൈകിട്ടാവുന്നതിനൊക്കെ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കുക കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ. ഇനി ഷിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 3 ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം നടക്കുക. ആദ്യത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 9 മണി മുതൽ 10:30 വരെയാണ് എക്സാം വരിക. അതിന്റെ നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 7:30യും ഗേറ്റ് ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത് 8:30 ആയിരിക്കും. നിങ്ങൾക്ക് 1 മണിക്കൂർ ടൈം ഉണ്ട് എന്നും പറഞ്ഞ് താമസിച്ചു പോരുത്. മാക്സിമം നേരത്തെ തന്നെ എത്താനായിട്ട് നോക്കുക. രണ്ടാമത്തെ എക്സാം ടൈം എന്ന് പറയുന്നത് 12:45 മുതൽ 2:15 വരെയാണ്. അതിന് 11:15-നെങ്കിലും നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതിനുശേഷം 12:15-ന് ഗേറ്റ് ക്ലോസ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് മൂന്നാമത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 4:30 മുതൽ 6 മണി വരെയാണ്. ഈ ഷിഫ്റ്റിന് നമ്മൾ അവിടെ 3 മണിക്കെങ്കിലും റിപ്പോർട്ട് ചെയ്തിരിക്കണം. 4 മണിക്ക് ഗേറ്റ് ക്ലോസിംഗ് ഉണ്ട്. അപ്പൊ മാക്സിമം നിങ്ങളൊന്ന് നേരത്തെ എത്താനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങളുടെ സിറ്റി ഇന്റിമേഷന്റെ സ്ലിപ്പ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിറ്റി ഏതാണ് എന്ന് മനസ്സിലാകും. അതനുസരിച്ച് നിങ്ങളുടെ ട്രാവൽ ഒന്ന് നിങ്ങൾ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടാകും. അപ്പൊ നമുക്കറിയാം മാക്സിമം പോയി ഒരു 300 കിലോമീറ്റർ പോലെ ഒരു 500-600 കിലോമീറ്ററിന്റെ അകത്തൊക്കെ ആ ഒരു എക്സാം സെന്ററിന്റെ ഒരു ഇതൊക്കെ വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം അതനുസരിച്ച് ഒരുപാട് ദൂരെയൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യുക നിങ്ങളുടെ ട്രാവലൊക്കെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്യുക. ആൻഡ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കുക. നിങ്ങളുടെ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എല്ലാം നോക്കുക. സിറ്റി എവിടെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, ഷിഫ്റ്റ് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഫോണിൽ റിമൈൻഡർ ഒക്കെ ഇട്ട് വെച്ചോ കേട്ടോ. ആൻഡ് അവിടെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്നതും ഡിലേ ആവുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി എപ്പോഴും സൈറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ആൻഡ് നിങ്ങൾക്ക് വേണ്ടി ഇനി ഈ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പിനകത്ത് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് എപ്പോഴും നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുപോയിരിക്കുക. എക്സാം സെന്ററിൽ നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഒരു അഡീഷണൽ ID പ്രൂഫ്, അതർ ID പ്രൂഫ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ
ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ തന്നെ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താണ് ഈ കോൾ ലെറ്റർ അല്ല. ഇവിടെ എന്ന് പറയുന്നത് നിങ്ങളുടെ സിറ്റി എവിടെയാണ്, എക്സാം ഷിഫ്റ്റ് എപ്പോഴാണെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഡേറ്റിന്റെയോ സിറ്റിയുടെയോ ഷിഫ്റ്റിന്റെയോ സെന്റർ ഓഫ് ദി എക്സാമിന്റെയോ ചേഞ്ചസ് ഒന്നും വരുന്നതല്ല. അതേ ഇതനുസരിച്ചിട്ട് വേണം നിങ്ങൾ പോവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഈ കോൾ ലെറ്റർ വരുമ്പോൾ അത് നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. മാത്രമല്ല നിങ്ങൾക്കൊരു 4 days പ്രയർ ആയിരിക്കും, നിങ്ങളുടെ എക്സാം ഡേയ്സിന് 4 days പ്രയർ ആയിരിക്കും. ഞാൻ ഡേറ്റ് കാണിച്ചു തന്നു, അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരിക. അപ്പോൾ ഇൻസ്ട്രക്ഷൻസും നല്ല രീതിയിൽ വായിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം നന്നായിട്ട് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുണ്ടാവും, ഒത്തിരി റിവിഷൻ ചെയ്തിട്ടുണ്ടാവും, മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, കഴിയുന്നില്ല, റെസ്റ്റ് എടുക്കാൻ സമയമൊന്നും ആയിട്ടില്ല, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഗ്രാജുവേറ്റ് ആണ്, ഇനി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എഴുതുന്നവരുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഒക്കെ ഉറപ്പായിട്ടും വരും. ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേനും ആയിരിക്കും നിങ്ങളുടെ ഒരു എക്സാം വരിക. ഒരു ഫിക്സഡ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഇതുവരെയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി സൂപ്പർ നോട്ട്സിന്റെ തേജസ് ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റി ടോപ്പിക്സ് മാത്രം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇന്നും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചുമ്മാ അപ്ലൈ ചെയ്തിട്ട് മിണ്ടായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി ടോപ്പിക്സ് മാത്രം പഠിച്ചുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉള്ള തേജസ് ബാച്ചാണ് ഇതെന്ന് പറയുന്നത്, RRB NTPCയുടെ. ആൻഡ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് മാത്രമല്ല, ലൈവ് സെഷൻസ് വരുന്നുണ്ട്, പ്രിന്റബിൾ PDF നോട്ട്സ് വരുന്നുണ്ട്, വീക്ക്ലി മെന്റർഷിപ്പ് സെഷൻസ് വരെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വിളിക്കാം 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക്. മാത്രമല്ല ഈ ഒരു ഏതൊരു എക്സാമിനെ കുറിച്ചുള്ള ഡൗട്ടോ പോട്ടെ, നിങ്ങൾ പല രീതിയിൽ, അതായത് ഇപ്പോ പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരായിരിക്കും, വീട്ടമ്മമാരായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പഠിക്കണം, പക്ഷെ പഠിക്കാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു ഡൗട്ടോ, നിങ്ങൾക്കൊരു മെന്റർഷിപ്പ്, ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് വേണമെന്നെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിന്റെ, ഈ ഒരു വീഡിയോന്റെ താഴെ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫിൽ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് സിറ്റി ഇന്റിമേഷന്റെ ഇപ്പൊ പറഞ്ഞ ഈ കാര്യത്തെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയം ക്ലിയർ ചെയ്യാനാണെങ്കിലും ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജോ കോളോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോമോ നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു സോ മച്ച്.